ശാന്തസുന്ദരമായ ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. പാഞ്ചാലിയുടെ പേരിൽ അറിയപ്പെടുന്ന പാഞ്ചാലി മേട്ടിലേക്ക്. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വന്നു താമസിച്ചെന്നാണ് പറയപ്പെടുന്നത്. പാഞ്ചാലിക്ക് കുളിക്കാനായി ഭീമസേനൻ കുഴിച്ച ഒരു കുളവും നമുക്കിവിടെ കാണാം. പാഞ്ചാലിക്കുളവും ഭുവനേശ്വരി ദേവി ക്ഷേത്രവും ക്രിസ്ത്യൻ തീർത്ഥാടനമായ കുരിശുമലയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ. രണ്ടു മലകൾ മുഖാമുഖം സ്ഥിതി ചെയ്യുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തെളിഞ്ഞ കാലാവസ്ഥയുള്ളപ്പോൾ ഈ മലയിൽ നിന്നാൽ കടൽ കാണാമെന്നും പറയപ്പെടുന്നു. എന്നാൽ മഴ, ഇടിമിന്നൽ ഇവയുള്ളപ്പോൾ ഇവിടം സന്ദർശിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള സ്ഥലം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. മനോഹരമായ കല്ലുകൾ പതിപ്പിച്ച നടപ്പാത, ആകാശത്തോളം മുട്ടി നിൽക്കുന്ന കോടമഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഇവിടെ എത്തിയാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഹരിതാവ് നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ കുന്നുകളിൽ ട്രെക്കിങ്ങും അനുവദിച്ചിട്ടുണ്ട്. വിശാലമായ നടപ്പാത അങ്ങ് നീണ്ടുപോകുന്നു മല മുകളിലേക്ക്. പാണ്ഡവർ താമസിച്ച ഇവിടുത്തെ ഗുഹയിൽ ഭീമസേനന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. സഞ്ചാരികൾക്ക് നടന്നു കയറാവുന്ന ചെറിയ കുന്നുകളാണ് ഇവിടെയുള്ളത്. പച്ചപ്പിനാൽ നിറഞ്ഞ താഴ്വരകൾ ഇവിടുത്തെ പ്രത്യേകതകളാണ്.
മകരമാസത്തിലെ പ്രസിദ്ധമായ മകരജ്യോതി ഇവിടെ നിന്നാൽ കാണുവാൻ സാധിക്കും എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. KK റോഡിൽ കൂടി, അതായത് കോട്ടയം കുമളി റൂട്ടിൽ മുറിഞ്ഞപുഴ വഴി നമുക്കിവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. മനോഹരമായ റോഡുകളാണ്. എന്നാൽ മുറിഞ്ഞപുഴയിൽ നിന്നും നന്നേ വീതി കുറഞ്ഞ വഴിയാണ് ഇവിടേക്കുള്ളത്. മുറിഞ്ഞപുഴയിൽ ബസ് ഇറങ്ങി 4 കിലോമീറ്ററോളം ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചാൽ ഇവിടെ എത്തുവാൻ സാധിക്കും. ഓട്ടോയ്ക്ക് ചാർജ് ഏകദേശം 150 രൂപ കൊടുക്കണം. വിനോദസഞ്ചാര വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ കുട്ടികൾക്കായി ഇവിടെ വിവിധ തരത്തിലുള്ള വിനോദോപാധികൾ ഒരുക്കിയിരിക്കുന്നു. കല്ലുപാളികൾ പാകിയ നടപ്പാതകൾ, കോഫി ഷോപ്പ്, ഐസ്ക്രീം പാർലർ, വിശ്രമമുറികൾ, ശുചിമുറികൾ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 15 രൂപയും ക്യാമറയ്ക്ക് 60 രൂപയും ഫീസായി അടയ്ക്കണം. ഇവിടുത്തെ ക്ഷേത്രത്തിൽ ശിവലിംഗങ്ങൾ, ത്രിശൂലം, നാഗവിഗ്രഹങ്ങൾ തുടങ്ങിയവ നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. എല്ലാ ടെൻഷനുകളും മറന്ന് ഒരു ദിവസം കുറഞ്ഞ ചിലവിൽ ചിലവഴിക്കാൻ പറ്റിയ ഉത്തമമായ ഒരിടമാണ് പാഞ്ചാലിമേട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമല്ലോ. നന്ദി.